ജെറമ്യ 33:3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായവ ഞാൻ നിനക്ക് കാണിച്ചു തരും. എൻ്റെ പേര് ജിൻസി അനിൽ. ഞാൻ UK-യിൽ സ്റ്റോക്ടൺ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇത് രണ്ടാം തവണയും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് എന്നെ ഉയർത്തിയ കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഒരു എക്സാമിന് പാസ്സായതിനെ കുറിച്ചാണ്. 2023 ഞാൻ ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടുന്ന് ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ UK-യിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ് നടക്കുന്ന സമയത്ത് തന്നെ 10 സ്റ്റേഷൻസാണുള്ളത് ഓസ്കിക്ക്. അപ്പോൾ ഒരു സ്റ്റേഷൻ ഫെയിലായാലും അത് ഫെയിലായിട്ടേ കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ഓസ്കി എക്സാമിന് ട്രെയിനിങ് തുടങ്ങിയ സമയം മുതൽ ഭയങ്കര ടഫായിരുന്നു. ഓരോ സ്റ്റേഷൻസും വല്ലാത്ത ടഫായിട്ട് തോന്നി. ഒന്നും എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ കൊണ്ടോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാ ദിവസവും മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രതീക്ഷ പ്രാർത്ഥനയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ട്രെയിനിങ് കംപ്ലീറ്റായി ലാസ്റ്റ് മോക്ക് ടെസ്റ്റിൻ്റെ സമയത്തും ഓസ്കി ഫെയിലാവുക ചെയ്തത്. അതിൽ പാസ്സായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ടൊന്നും നടക്കില്ലെന്നറിയാം. മാതാവിലാണ് ഞാൻ ഫുള്ള് പ്രതീക്ഷ വച്ചിരിക്കുന്നത്. മാതാവിനോടും തിരുക്കുമാരനോടും ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഓസ്കിയുടെ ഡേറ്റിൻ്റെ സമയത്ത് മാതാവ് തന്നെ എൻ്റെ എക്സാമിനറായിട്ട് വന്ന്, അല്ലാതെ ഞാൻ പാസ്സാവില്ല, വേറെ ആര് വന്നാലും പാസ്സാവാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പോൾ മാതാവ് തന്നെ വരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഓസ്കി എക്സാമിന് കയറുന്നതിന് മുന്നേ ഒത്തിരി ചെക്കിങ്ങൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് ചെക്കിങ്ങാണ്. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കയറുന്നതിന് തൊട്ട് മുന്നേ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഉപ്പ് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് പോയത്. കയറ്റാൻ പറ്റില്ല, എന്നാലും ഞാൻ കയറുന്നതിന് തൊട്ട് മുന്നേ ആരും ചവിട്ടാത്ത ഒരു സ്ഥലം നോക്കി വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഒരു 2 തരി അല്ലെങ്കിൽ 3 തരി എൻ്റെ കയ്യിൽ പറ്റി പിടിച്ചിട്ടിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓസ്കി സെൻറ്ററിൻ്റെ അകത്ത് കയറുന്നത്. അകത്ത് കയറി. അപ്പം ഈ 2-3 തരിയേ ഉള്ളൂ. അത് ഞാൻ ആ ഒരു സൈഡ് നോക്കി, ആരും ചവിട്ടാത്ത ഒരു സ്ഥലം നോക്കി ഞാൻ അവിടെ ഇട്ടു. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാമിനറായിട്ട് വന്ന ഒരു ലേഡിയാണ്. അപ്പം പകുതി സമാധാനമായി. കാര്യം മാതാവ് വരണമെന്ന് പ്രാർത്ഥിച്ചതാണല്ലോ. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഓരോ സ്റ്റേഷൻസും ട്രെയിനിങ്ങിനേക്കാളും ഭയങ്കര ടഫായിട്ട് പോയി. ഞാൻ ഓർത്തു ഏതെങ്കിലും 10 സ്റ്റേഷനിൽ പല സ്റ്റേഷനുകളും ഫെയിലായി പോവും എന്ന് തന്നെ കരുതിയാണ് അറ്റൻഡ് ചെയ്തത്. ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ടെൻഷൻ കൂടി വന്നു. ഫസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പം നമ്മളെ പുറത്തേക്ക് ഇറക്കി വിടും. നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാം. അപ്പോൾ ആ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, വിശ്വാസ പ്രമാണം ചൊല്ലും. വീണ്ടും ഒരു സെക്കൻഡ് സ്റ്റേഷനിലേക്ക് വിളിക്കും. അപ്പോഴും ഓരോ സ്റ്റേഷനും ഭയങ്കര ടഫായിട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സാം എല്ലാം കഴിഞ്ഞു. തിരിച്ച് പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഭയങ്കര ടഫാണല്ലോ. വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഒരു സ്റ്റേഷൻ പോലും പോയിട്ടില്ല. 10 സ്റ്റേഷൻസും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. അത്രയും ഒരു ടഫെന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടാണ് എൻ്റെ എക്സാം കടന്നു പോയത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവിടെ എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നാട്ടിലേക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ഡ്യൂട്ടിയുടെ സമയത്ത് നമ്മുടേതല്ലാത്ത കുറേ, ഞാൻ കാർഡിയോളജിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഡ്രസ്സിങ്സൊക്കെ വരും. ഹാർട്ട് ഫെയിലറായി കഴിയുമ്പം നമ്മുടെ കാലിന് കീഴ്പോട്ട് ഒത്തിരി വൂൺസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര വലിയ വൂൺസായിട്ട് വരുന്നവർക്ക് എൻ്റേതല്ലാത്ത സ്റ്റാഫിൻ്റേത് ഞാൻ പോയി ചെന്നവരോട് ചോദിക്കും, ഞാൻ ആ ഡ്രസ്സിങ് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ആ ഡ്രസ്സിങ് ചെയ്തു കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ ഡ്യൂട്ടിയിലെ സ്റ്റാഫിനോടും നമ്മുടെ മലയാളികളല്ലാത്തവരോടും ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ഇവിടുന്ന് ഞാൻ ഒക്ടോബറിലാണ് വന്നത്. ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ഓരോ പത്രത്തിലും
ഉടമ്പടി തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. കാര്യം അവിടെ പല വീടുകളിലും അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരാണ് കൂടുതലും. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് തന്നെയാണ് പത്രം കൊടുത്തത്. അവർക്ക് അവരുടെ വീടുകളിൽ ഇത് വയ്ക്കുമ്പോൾ അവരത് വായിച്ചില്ലെങ്കിലും അത് വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും ആ വീട് ഇരിക്കുന്ന ആ പത്രം ഇരിക്കുന്ന സ്ഥലം അത് അനുഗ്രഹിക്കപ്പെടണം എന്ന് വിചാരിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകളിലേക്കും ഓരോരുത്തരുടെ കയ്യിലും ഞാൻ പത്രം പറഞ്ഞു കൊടുത്തു. അതുപോലെ അച്ഛൻ എൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും, അത് ഷെയർ ചെയ്യാറുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നത് പോലെ എനിക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടായാലും, അതുപോലെ ഡോക്യുമെൻ്റ് കയ്യിലില്ലെങ്കിൽ അച്ഛൻ പറയാറുണ്ട് നമ്മളത് ഓർത്ത് പ്രാർത്ഥിക്കാൻ, അത് വെച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ആരാധനകൾ അത് കണ്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 145:16 അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ജിൻസിമോൾ എന്ന ഈ സഹോദരി തൻ്റെ ഓസ്കി എക്സാം അതേറെ ക്ലേശകരമായി സ്വയം അനുഭവപ്പെടുമ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് ആ എക്സാം മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ ക്ലേശകരമായ ഓരോ മൊഡ്യൂളും അത് എഴുതി പൂർണ്ണമായി വിജയിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി നമുക്ക് സ്വയം കഴിവില്ല എന്ന് തിരിച്ചറിയുന്ന ഏതൊരു ജീവിത ദുരിത വിഷയത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവശക്തിയുടെ സഹായത്താൽ നമുക്കത് അനുഗ്രഹവും അനുഭവമായി തീരുന്നതിന് പ്രാർത്ഥിക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ജീവിത വിഷയവുമാവട്ടെ, ഒരിടത്ത് നമുക്കിനി സ്വയം മുന്നോട്ടധികം അത് കൊണ്ടുപോകുവാനാവില്ല, കൈവിട്ട് നിൽക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഏത് കാര്യത്തെയും ഈ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസത്തോടെ സമർപ്പിക്കാം. ഈ എന്തുകൊണ്ട് കൃപാസനത്തിൽ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഇത് സമർപ്പിക്കുന്നു എന്നതിന് ഒറ്റ ഉത്തരമേയുള്ളൂ. കാരണം ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവാണ് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണം എന്ന സന്ദേശം നൽകിയത്. ലോകത്ത് മറ്റൊരിടത്തും ആ ഒരു സന്ദേശം നൽകപ്പെട്ടിട്ടില്ല. അതാണ് കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ യുണീക്നെസ്സും. അതുകൊണ്ട് ആർക്കൊക്കെ ഏത് കാലത്ത് എവിടെയൊക്കെ ജീവിത ദുഃഖ ദുരന്തങ്ങളുണ്ടോ അത് ഏറ്റവും ശരണപ്പെട്ട മനസ്സോടെ ഈ അമ്മയുടെ സന്നിധാനത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ അമ്മ അത് ഏറ്റെടുക്കുകയും അത് ഏറ്റെടുക്കുന്ന അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ജീവിതക്രമമാണ് മരിയൻ ഉടമ്പടി എന്നത്. ഈ പ്രത്യക്ഷീകരണത്തിന് ശേഷം പിന്നീട് നാളുകൾ കഴിയുമ്പോൾ ജോസഫച്ചന് തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഉടമ്പടി, മരിയൻ ഉടമ്പടി എന്ന പ്രാർത്ഥനാ പദ്ധതി. അത് ഒരു ഗൗരവമുള്ള വിഷയം, അതീവ ഗൗരവമുള്ള വിഷയം. ദൈവസന്നിധിയിൽ നിന്ന് യാതൊരു മെറിറ്റുമില്ലാതിരിക്കെ നേടുവാൻ തക്കവിധം നമ്മൾ പ്രാപ്തരാകേണ്ടതിനും യോഗ്യരാകേണ്ടതിനും നമ്മുടെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഉടമപ്പെടുത്തുന്നതിന് ദൈവം അനുവദിച്ചു നൽകിയിരിക്കുന്ന ഒരു കൃപാപര പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. നമ്മൾ ആ മരിയൻ ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തത നമ്മുടെ ജീവിത വിഷയങ്ങൾ വേഗം അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള കാരണമായിത്തീരുന്നു. അതിനെയാണ് സഹോദരി തൻ്റെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് നേടുവാനാവില്ല, ജയിക്കുവാനാവില്ല എന്ന് ഉറപ്പിച്ചത് എൻ്റെ അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്താൽ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ആ പരീക്ഷ ഞാൻ അപ്പിയർ ചെയ്തപ്പോൾ വിജയത്തിന് എനിക്ക് കാരണമായെന്ന്. ജീവിതത്തിൻ്റെ ക്ലേശം അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്ന വിഷയവും മേഖലയും ഏതുമാവട്ടെ, മരിയൻ ഉടമ്പടിയെടുത്ത് ജീവിതത്തെ പ്രത്യക്ഷീകരണ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ നമ്മുടെ കരം പിടിക്കും. നമ്മുടെ ജീവിതം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടും. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.